നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പായം ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ മേൽനോട്ടത്തിലും പങ്കാളിത്തത്തിലും പഞ്ചായത്തിലെ തൊഴിൽ രഹിതരായ 90 കുടുംബശ്രീ വനിതകൾക്ക് കൽപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവൻ ജ്യോതി എന്ന സാമൂഹിക വികസന സംഘടന 20 ദിവസം നീണ്ടു നിൽക്കുന്ന പരമ്പരാഗത മുളയുൽപ്പന്ന നിർമ്മാണം, ബാംബു മ്യൂറൽ പെയിന്റിംഗ്, ബാംബു ഡെക്കോ പേജ് എന്നീ മേഖലകളിൽ 3 ഗ്രൂപ്പുകളിലായി വിദഗ്ധ പരിശീലനം നൽകുകയുണ്ടായി. മുളയുൽപ്പന്ന നിർമ്മാണം, ബാംബു മ്യൂറൽ പെയിന്റിംഗ്, ബാംബു ഡെക്കോ പേജ് ചിത്രകല എന്ന മനോഹരമായ കലാരൂപത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാനും സ്വന്തം കഴിവുകളെ കൂടുതൽ മികവുറ്റതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ 20 ദിവസത്തെ പരിശീലനം. ഓരോ പരിശീലന ദിവസവും പുതിയ അറിവുകളുടെയും പുതിയ അനുഭവങ്ങളുടെയും സൃഷ്ടിപരമായ ചിന്തകളുടെയും ആത്മവിശ്വാസത്തിന്റെയും വാതിലുകൾ തുറന്നുകൊടുത്തു. ആദ്യ ദിവസത്തിലെ പരിചയപ്പെടലുകളിൽ നിന്ന് ആരംഭിച്ച് ഓരോ സൃഷ്ടിയിലൂടെയും പഠനത്തിനൊപ്പം സൗഹൃദങ്ങളും അനുഭവങ്ങളും പ്രതീക്ഷകളും വളർന്നു വന്നു. കല പഠിക്കുക എന്നതിലുപരി സ്വന്തം കഴിവിൽ വിശ്വാസം വളർത്തുകയും സ്വയം പര്യാപ്തതയിലേക്കുള്ള ആത്മവിശ്വാസമുള്ള ചുവടുവെപ്പായി ഈ പരിശീലനം മാറുകയും ചെയ്തു. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിലും സ്വയം പര്യാപ്തതയിലുമാണ് പ്രതിഫലിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിന് പുതിയ നിറങ്ങൾ പകരാനും കലയുടെ ലോകത്ത് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കാനുമായി നബാർഡിന്റെ സഹായത്തോടെയും പായം ഗ്രാമപഞ്ചായത്തിന്റെയും ജീവൻ ജ്യോതിയുടെയും സഹകരണത്തോടെയും സംഘടിപ്പിച്ച ഉർവരം 2026 വനിതാ ശാക്തീകരണ തൊഴിൽ പരിശീലന പരിപാടിയുടെ സുന്ദര നിമിഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ കൽപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീവൻ ജ്യോതി എന്ന സന്നദ്ധ സംഘടന പായം ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ രഹിതരായ 90 കുടുംബശ്രീ വനിതകൾക്ക് 20 ദിവസം വീതം നീണ്ടു നിൽക്കുന്ന 3 ബാച്ചുകളിലായി വിദഗ്ധ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പരിശീലനം പരമ്പരാഗത മുളയുൽപ്പന്ന നിർമ്മാണം, 2 ബാംബു മ്യൂറൽ പെയിന്റിംഗ്, 3 ബാംബു ഡെക്കോ പേജ് എന്നീ ഇനങ്ങളിലാണ്. ഇതിൻ്റെ തുടർച്ചയെന്നോണം പായ ഗ്രാമപഞ്ചായത്തില് ഒരു നല്ല ആർട്ട് ഗാലറി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ 90 പേരെയും വയനാട്ടിലെ വിവിധ ബാംബു ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു. അങ്ങനെ ആ പരിശീലനം നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ 100% എന്ന് പറഞ്ഞ പൂർണ്ണ സഹകരണത്തോടെ നമുക്ക് പൂർണ്ണ വിജയത്തിലെത്തി നടപ്പിലാക്കാൻ സാധിച്ചു. നബാർഡിൻ്റെ DDM ശ്രീ ജിഷികുമാർ സാറിൻ്റെ അകമഴിഞ്ഞ ഇടപെടലുകളും ഒക്കെ ഇതിൽ നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി, പ്രത്യേകിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട്. ഇത്രയേറെ വിജയത്തിലെത്താൻ കാരണം എന്ന് പറയുന്നത് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അകവഴിഞ്ഞ സേവനമാണ് ഇതിന് ഇത്രയും വിജയത്തിലെത്തിച്ചത്. മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദേശീയ തലത്തിൽ ഒക്കെ കുറേ അവാർഡുകൾ നേടുന്നതിന് പായം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പബ്ലിസിറ്റി, പ്രചരണ പരിപാടികളൊക്കെ ഏറ്റെടുത്തത് മാധ്യമങ്ങളും ചാനലുകളുമാണ്. അവരെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ആവശ്യമായ എല്ലാ പിന്തുണയും അവരെ നൽകിയിട്ടുണ്ട്. നബാർഡിനെയും പഞ്ചായത്ത് സംവിധാനങ്ങളെയും ഒപ്പം സോഷ്യൽ മീഡിയയെയും ഇത്തരണത്തിൽ നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഒരു ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിൻ്റെ ഒരു ചുവടുവെപ്പാണ് ഇത്. വരും കാലങ്ങളിൽ ഒരു 100-300 പേർക്ക് കൂടി നബാർഡ് പോലുള്ള ഏജൻസികളുടെ മറ്റിതര ഏജൻസികളുടെ സഹായത്തോടു കൂടി വിദഗ്ധ പരിശീലനങ്ങൾ നൽകി ഒരു ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജ് ആക്കുക.
കേരളത്തിൽ മുളയെക്കുറിച്ച് പഠിക്കുക, മുള എന്ന് കേൾക്കുമ്പോൾ പായം പഞ്ചായത്ത് എന്ന തിരിച്ചറിവുണ്ടാവണം. അതായത് മുള എന്ന് പറഞ്ഞാൽ പായം പഞ്ചായത്ത്. ആളുകൾ മനസ്സിലാക്കി മുളയെക്കുറിച്ചും മുള ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനുള്ള ഒരു വേദിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പായം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 20 ദിവസമായി തൊഴിൽ രഹിതരായ 90 വനിതകൾ ബാംബു ബേസ്ഡ് പരിശീലന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപന ദിവസമായ ഇന്ന് അവർ ഈ പരിശീലന കാലത്ത് നിർമ്മിച്ചിട്ടുള്ള മുള ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങുകൾ, അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ചെറിയ ആർട്ട് ഗാലറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും സമാപനവുമാണ് ഇവിടെ നടക്കുന്നത്. 2023 പായം ഗ്രാമപഞ്ചായത്ത് പായം സമ്പൂർണ്ണ മുള ഗ്രാമം എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായി 5000-ഓളം മുള പുഴയോരത്ത് 15 കിലോമീറ്റർ ദൂരത്ത് വെച്ച് പിടിപ്പിച്ചിരുന്നു. ഏകദേശം വിളവെടുക്കാനുള്ള പ്രായത്തിൽ ആ മുളകൾ എത്തിക്കഴിഞ്ഞു. 4 വർഷമാണ് ഈ മുളയുടെ വിളവെടുപ്പിൻ്റെ കാലം എന്ന് പറയുന്നത്. ആ മുള ഉപയോഗിച്ചുകൊണ്ട് മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിച്ച് ഉപജീവന മാർഗം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്കാണ് പായം ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പൊതുവിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാർബൺ ന്യൂട്രൽ ഗ്രാമമാവുക, സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമമാവുക, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടായിരത്തി 2022-23 ജീവൻ ജ്യോതിക്ക് ആദ്യമായിട്ട് നബാർഡ് ഒരു FSPO പ്രോജക്റ്റ് കൊടുത്തിരുന്നു. അതിൻ്റെ പേരായിരുന്നു റിവർ ബാങ്ക് ബാംബു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന 5 കിലോമീറ്റർ നീളമുള്ള ഈ പറയുന്ന പുഴയോരത്ത് 5000 മുളത്തൈകളായിരുന്നു നട്ടിരുന്നത്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത് ഈ LEDP ആണ്. പ്രത്യേകിച്ച് അതിൽ 90 SHG മെമ്പേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് SHG മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിരുന്നത്. അത് ആരംഭിച്ചത് 8 ജൂണിനായിരുന്നു. അത് സമാപിക്കാൻ പോകുന്നത് 1 ജൂലൈനാണ്. അപ്പം ഇതിൽ 90 SHG മെമ്പേഴ്സിന് ഈ പറയുന്ന ബാംബു മ്യൂറൽ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ ബാംബു പ്രൊഡക്ട്സ് പിന്നെ ഡെക്കോ പേജ്, അപ്പം ഈ 3 ഏരിയയിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം നബാർഡ് കൊടുത്തിട്ടുള്ളത് ജീവൻ ജ്യോതിക്ക്. ഇതിൽ സ്റ്റൈപ്പൻഡുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ പല കോമ്പണൻസ് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന വുമൺ എംപവർമെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഇതിന് വരുന്നത് പല സംരംഭങ്ങളായിരിക്കും. അതാണ് നബാർഡ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന മുള പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്താൽ അവർക്ക് ഒരു ലൈവ്ലിഹുഡ്, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് മീൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നാണ് നബാർഡിന് ഈ ഒരു അവസരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പല കോമ്പണൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് ആണ്. അത് പായം പഞ്ചായത്തിൻ്റെ കോർപ്പറേഷനോടെയാണ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് നബാർഡ്. അതിനും നബാർഡിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്.
പായം ഗ്രാമപഞ്ചായത്തും നവാർഡും ജീവൻ ജ്യോതിയും കൂടി സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന മുള അധിഷ്ഠിത തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി പായം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുകയാണ്. 21 ദിവസങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള ട്രെയിനിങ് ഇന്ന് പൂർത്തിയാവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 90ഓളം വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് സ്വയം സംരംഭമായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള തൊഴിലിനുള്ള അവസരമാണ് പഞ്ചായത്ത് ഒരുക്കി നൽകിയിട്ടുള്ളത്. 2023 നമ്മൾ നദീതട മുളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പദ്ധതി നവാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും നമ്മൾ നടത്തിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർ പ്രവർത്തനം 2ാം ഘട്ടം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ 3 ബാച്ചുകളായിട്ട് നമ്മൾ അത് ഒന്ന് മ്യൂറൽ പെയിൻറ്റിങ്ങും ഒന്ന് മ്യൂറൽ ഡെക്ക പേജ് പെയിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ടുള്ള മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും കൂടി കൊടുക്കുകയാണ്. അങ്ങനെ 3 ബാച്ചിലായിട്ട് 90ഓളം വനിതകൾക്ക് അതിൻ്റെ പരിശീലനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ അവർക്കത് പഠിക്കാനുള്ള ക്ഷമയുണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഭാഗത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എളുപ്പത്തിൽ അവരാ വർക്ക് വളരെ മനോഹരമായിട്ട് പഠിച്ചെടുക്കുകയും വളരെ മനോഹരമായിട്ട് അത് ചെയ്തു തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിമാനമുണ്ട് പായം ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനൊരു തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടി 90ഓളം വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉർവരം 2026 എന്നത് ഒരു അഭിമാന പദ്ധതിയാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള 90 വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ പരിശീലനം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുളയിൽ ഉൾപ്പെടുന്ന വസ്തുക്കളിൽ മ്യൂറൽ പെയിൻറ്, അതോടൊപ്പം തന്നെ മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് ഒരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ സ്ത്രീകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് സംരംഭങ്ങളായും അതോടൊപ്പം തന്നെ വ്യക്തിഗത സംരംഭങ്ങളായും നമുക്ക് നമ്മുടെ പായം പഞ്ചായത്തിൽ നിരവധി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകൾക്കാകമാനം ഒരു സാമ്പത്തികമായി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി ഈ ഉർവരം മാറുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനമുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ
സ്ത്രീകൾ ഈ രീതിയിലേക്ക് മുന്നോട്ട് വരിക എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനം തന്നെ. അതോടൊപ്പം നമ്മുടെ ഈ ഒരു പദ്ധതി തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. നമ്മുടെ സ്ത്രീകൾ ഏത് തരത്തിലായിരിക്കും ഈ ഒരു പരിശീലനത്തെ കാണുക എന്നുള്ളതും അതോടൊപ്പം തന്നെ എത്രത്തോളം ഇവർക്ക് ഇതിൽ നല്ല രീതിയിൽ പരിശീലനം പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആശങ്കാജനകമായിട്ടാണ് നമ്മളിത് സമീപിച്ചത്. എന്നാൽ താഴെത്തട്ടിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ വളരെ മികച്ച രീതിയിലേക്കുള്ള ആപ്ലിക്കേഷൻസ് വരികയും അതിനകത്ത് നിന്നും വരക്കാൻ കഴിവുള്ള ഇതിനകത്ത് താല്പര്യമുള്ള സ്ത്രീകളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചതും അതോടൊപ്പം തന്നെ വളരെ വളരെ തൃപ്തികരമായ രീതിയിൽ മനോഹരമായ രീതിയിൽ ഈ ഒരു പരിശീലനം പൂർത്തിയാക്കാനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പായം പഞ്ചായത്തിലുള്ള വിവിധ പ്രദേശങ്ങളിൽ മുള നട്ടുപിടിപ്പിക്കുകയായിരുന്നു ആദ്യമായി നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മുള നട്ടുവെച്ചിട്ടുള്ള മുളകളെല്ലാം തന്നെ അതിന്റെ കൃത്യമായ രീതിയിൽ വളർച്ച പൂർത്തിയാക്കുകയും ഈ മുള കൊണ്ട് അതിനൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തു നിന്നും അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പായം പഞ്ചായത്തിൽ മുളയധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ രീതിയിലുള്ള ഒരു കേന്ദ്രം തന്നെ കിളിയന്ത്രയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കിളിയന്ത്രയിലുള്ള അവർക്ക് ഈ ഒരു പരിശീലനം വലിയ രീതിയിൽ മുതൽക്കൂട്ടായിട്ടുണ്ട്. പരമ്പരാഗത വസ്തുക്കൾ ഉൾപ്പെടെ അത് കൂടാതെ തന്നെ നൂതന ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഫ്ലവർ വേസുകൾ അതോടൊപ്പം തന്നെ ലാം ഷെയ്ഡുകൾ ഒക്കെ നിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ആ പരിശീലനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഉർവരം 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പദ്ധതി പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യമുള്ളതാണ്. അതിൽ നമുക്ക് സാധിച്ചു തന്നിട്ടുള്ള ജീവൻ ജ്യോതി കൽപ്പറ്റയും അതോടൊപ്പം തന്നെ നബാർഡും കൂടിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് പായം പഞ്ചായത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നബാർഡാണ് ഇതിന് ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല, പകരം ഇതിന്റെ അടുത്ത ഘട്ടമായി ഇവരുടെ സംരംഭങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പായം പഞ്ചായത്തിലുള്ള 250-ലധികം സ്ത്രീകൾക്ക് ഇതൊരു വരുമാന മാർഗമാകുകയും കൂടെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. Jeevan Jyoti Kalpata initiated a very good training program for the Kudumbashree women in the Payam Gram Panchayat. During 2023, they have initiated a bamboo planting in the river banks, about 10 kilometers of the river banks of Payam Gram Panchayat, and about 5,000 saplings were planted. And after 3 years, they were given a very good training program for the women, which will create a regular income for these women. This is the very important thing. And another one is that it helped them to build up a new lifestyle for the future. So in that way also, this training program was very good. So anyway, an award, Payam Gram Panchayat and Jeevan Jyoti Kalpata initiated a very good program, which is a very good role model to the whole Gram Panchayats and the whole district of Kerala, not only in Kerala, to the country also. Thank you.
പായം ഗ്രാമപഞ്ചായത്തും ജീവൻ ജ്യോതിയും നബാർഡും ചേർന്ന് നടത്തുന്ന ബാംബു പരിശീലന പരിപാടിയിലെ ഒരു പരിശീലനാർത്ഥിയാണ് ഞാൻ. ഈ പരിശീലനം നമ്മൾ നടത്താനുള്ള ഒരു കാരണം സ്ത്രീകൾക്ക് ഒരു വരുമാനമുണ്ട്, സ്വയം തൊഴിൽ ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പായം പഞ്ചായത്ത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ ഏറ്റെടുക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ വർഷം അരിക്കിൽ നിന്ന് അഴകിലോട്ട് എന്നൊരു പദ്ധതി പായം പഞ്ചായത്ത് നടപ്പിലാക്കുകയും നമ്മുടെ പുഴയോരങ്ങളിലെല്ലാം 10 കിലോമീറ്റർ ദൂരത്തിൽ മുള വെച്ച് പിടിപ്പിക്കുകയും പിന്നീട് നമ്മൾ ആലോചിച്ചത് ആ മുള വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു പദ്ധതി, നമുക്ക് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്നും ഒരു പദ്ധതി എന്ന നിലയിൽ, നല്ല നിലയിൽ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ 30 പേരാണ് ഈ 32 സാംസ്കാരിക നിലയത്തിൽ പരിശീലനം നടത്തുന്നത്. അപ്പോൾ ഈ പരിശീലനം കഴിഞ്ഞ് നമ്മളിത് നിർത്തുവല്ല, തുടർന്നും നമുക്കിത് വിപണി കണ്ടെത്തി ഇതിനൊരു സാധ്യത ഉണ്ടാക്കിക്കൊണ്ട് കുറേ ആൾക്കെങ്കിലും തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ളത്. അതിന് പായം പഞ്ചായത്തിൻ്റെ നല്ല സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
പായം ഗ്രാമപഞ്ചായത്തും ജീവൻ ജ്യോതിയും എബാർഡും സംയുക്തമായി സംഘടിപ്പിച്ച ബാംബു മ്യൂറൽ പെയിന്റിംഗ് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. സ്ത്രീകൾക്ക് മുന്നിൽ വലിയൊരു അവസരം തുറന്നിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗം എന്നതിലുപരി മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ഉന്മേഷം കൂടിയായിരുന്നു ഈ പരിശീലനം. മുള ഒരു ചെടി മാത്രമല്ല, ഒരു വരുമാന മാർഗം കൂടിയാണെന്ന് നമുക്ക് ഈ പരിശീലനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഉർവരം പരിപാടി ഞങ്ങൾക്ക് തന്നത് ഒരു തൊഴിൽ മാർഗം മാത്രമല്ല, ആത്മവിശ്വാസത്തോടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും കലയെ ഉപജീവനമാക്കാനുള്ള വഴിയും കൂടിയാണ്. ഇന്ന് ഈ പരിപാടിയുടെ അവസാന വേളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും മ്യൂറലുകൾ കേരളത്തിന്റെ ചുവരുകളെ മനോഹരമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
കുഞ്ഞേ